ഈ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കെ സി വേണുഗോപാലിന്റെ അടക്കം പേരുകൾ ചർച്ചയിലേക്ക് വന്നിട്ടുണ്ട്. നേരത്തെ എംപിമാർ മത്സരിക്കേണ്ടതിന്റെ തീരുമാനം ഹൈക്കമാൻഡ് എടുത്തിരുന്നു. രാഘവേട്ടയ്ക്കാണെങ്കിൽ ഇപ്പോഴും താല്പര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ റിപ്പോർട്ടുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനൊരു സമയത്ത് മത്സരിക്കാത്ത ഒരാളുടെ പേരൊക്കെ ചർച്ച അല്ല, അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്. അത് ഞാനൊരിക്കലും താല്പര്യം കാണിച്ചില്ല. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട, ഞാൻ ആരുടെ ലീഡേഴ്സിൻ്റെ പേര് പറയുന്നില്ല, ഇപ്പോൾ എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടവരുണ്ട് തോൽക്കുന്ന സീറ്റ് എടുത്ത് മത്സരിക്കണം. ജയിക്കുന്ന സീറ്റല്ല, തോൽക്കുന്ന സീറ്റ് എടുക്കണം. അങ്ങനെ എടുത്താൽ കോഴിക്കോട് ജയിച്ചു വരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു സീറ്റ് കൂടുതൽ കിട്ടും. അതുകൊണ്ട് തോൽക്കുന്ന സീറ്റ് എടുക്കണമെന്ന് പറഞ്ഞ നേതാക്കൾ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇപ്പോഴാരും പറഞ്ഞില്ല. ആ സമയത്തും എന്നോട് പറഞ്ഞ നേതാക്കൾ, വാക്ക് തന്ന നേതാക്കളുമുണ്ട് ഇന്ന സീറ്റിൽ മത്സരിക്കണം. അതും ഞാൻ ഇപ്പോഴും പറയുന്നില്ല. ഞാൻ സമയം വരുമ്പോൾ പറഞ്ഞോളാം. പക്ഷേ ഇവിടെ സംഭവിച്ചത് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനമല്ല. ആരാണോ അന്ന് ഇതിനു വേണ്ടി എന്നോട് സംസാരിച്ചത്, മത്സരിക്കണമെന്ന് പറഞ്ഞത്, അത്തരം ആളുകൾ തന്നെയാണ് ഡൽഹിയിൽ വന്ന് എംപിമാർ മത്സരിക്കാൻ പാടില്ല എന്ന് വാശി പിടിച്ചത്. ആ വാശിയാണ് അന്ന് ഒടുവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിന് ആ വാശി ഒരിക്കലും ഒരു പ്രശ്നമാകരുത് കരുതിക്കൊണ്ടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എംപിമാർ മത്സരിക്കേണ്ട തീരുമാനിച്ചത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം കൊണ്ടല്ല മനസ്സിലാക്കിക്കൊള്ളാം. കേരളത്തിലുള്ള കോൺഗ്രസിലെ ചില ലീഡേഴ്സ് അവർ അന്ന് വാശി പിടിച്ചുകൊണ്ടാണ്. അവരുടെ ദുർവാശിയാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ പറഞ്ഞ ആളുകൾ വിഷയമുണ്ടായത്. കാരണം താങ്കളോട് മത്സരിക്കുമെന്ന് പറയുന്നു, അതേ ആളുകൾ തന്നെ ഇവിടെ വന്ന് എംപിമാർ മത്സരിക്കേണ്ടതില്ല നിലപാട് സ്വീകരിക്കുന്നു. അതിന് മറ്റെന്തെങ്കിലും വിഷയങ്ങൾ അതെനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ട കാര്യമല്ല. എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട ആരൊക്കെയാണ് സമയം വരുമ്പോൾ ഞാൻ പറയാം. അവർ പറഞ്ഞു തോൽക്കുന്ന സീറ്റ് എടുക്കണമെന്നാ. ഇത് 40-46 വർഷമായി തോൽക്കുന്ന സീറ്റുകളുണ്ട്. ആ സീറ്റ് എടുത്താൽ ജയിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു സീറ്റ് കൂടുതൽ കിട്ടും ഗവൺമെന്റ് ഉണ്ടാക്കാൻ എന്ന അർത്ഥത്തിൽ, നല്ല അർത്ഥത്തിലാണ് പറഞ്ഞത്. അപ്പൊ അത്തരം അതിൽപ്പെട്ട ചിലർ ഇവിടെ വന്ന് നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന വാശി പിടിച്ചതേ മനസ്സിലാക്കുന്നു. ആ വാശി പിടിച്ച അടിസ്ഥാനത്തിൽ തർക്കം ഒഴിവാക്കാൻ വേണ്ടി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ടൊടുവിൽ എന്നാൽ മത്സരിക്കേണ്ട, അങ്ങനെയാണ് തീരുമാനം വന്നത്. എനിക്കറിയാം. എനിക്ക് അതിന്റെ അന്തർനാടകം എനിക്കറിയില്ല. ഹൈക്കമാൻഡ് ആവർത്തിച്ച് മുഖ്യമന്ത്രി ചർച്ചകൾ അതിപ്പോ തുടരേണ്ട കാര്യമില്ല എന്നുള്ള നിർദ്ദേശം നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. അതിനെ മറികടന്ന് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങൾ വരുന്നത് കൃത്യമായിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നതാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ തെരുവിൽ വിളിച്ചെടുക്കുന്ന ഒരു അവസ്ഥയായി. അല്ല, ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ട് നേതാക്കൾ. അല്ല, ഞാൻ പറഞ്ഞല്ലോ എല്ലാം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ആര് വേണം ആര് വേണ്ട തീരുമാനിക്കുക കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അപ്പൊ സ്വാഭാവികമായും അത്തരം തീരുമാനം എടുക്കുന്ന ഹൈക്കമാൻഡ് മുമ്പിൽ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാണ് ഈ ചർച്ച എന്നുള്ളതാണ് ചോദ്യം. അത്തരം ചർച്ച ഒരു അനാവശ്യമായ ചർച്ചയാണ്, ഒരു കാര്യമില്ലാത്ത ചർച്ചയാണ്. ഈ ചർച്ച കൊണ്ട് എന്ത് തീരുമാനം ഉണ്ടാക്കാൻ പറ്റും? ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയില്ല. ജനങ്ങളുടെ ഇടയിൽ ഇത് ഒരു കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ ഒരു കളങ്കമേൽക്കുന്ന രീതിയിലുള്ള ഒരു ചർച്ച വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ പാർട്ടി ഗുണകരമോ അല്ല. അതാണ് സത്യം. മത്സരിക്കാത്ത എംപിമാർ മത്സരിക്കുന്ന കാര്യം പറഞ്ഞു. പക്ഷെ കെ സി വേണുഗോപാലിന്റെ പേരടക്കം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇങ്ങനെ സൈബർ ഇടങ്ങളിൽ ഉയർന്നു കേൾക്കുന്നു. അപ്പൊ അതിന് പിന്നിൽ ഒരു വ്യക്തമായ പ്രോജക്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എല്ലാം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഇതൊരു കീഴ്വഴക്കമുണ്ട്, നമ്മൾ ആലോചിക്കണം. ഒരു അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് ഹൈക്കമാൻഡാണ് എല്ലാ തീരുമാനം കൈക്കൊള്ളേണ്ടത്. അത് നടപടിക്രമമുണ്ട്. അതിൽ ആ നടപടിക്രമത്തിന് മുമ്പായി തന്നെ ഇത്തരം ചർച്ചകൾ വരുന്നത് ഒരിക്കലും ശരിയല്ല. പാർട്ടി ആവശ്യപ്പെട്ടിട്ടാണ് എം പി സ്ഥാനത്തേക്ക് അങ്ങ് മത്സരിക്കുന്നത്. പ്രത്യേകിച്ച് ആ ഒരു സീറ്റ് നിലനിർത്തണം എന്നുള്ളതാണ്. അത് അങ്ങയുടെ ജോലികൾ കൃത്യമായി തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ പോലുള്ള കുറച്ച് മുതിർന്ന ആളുകൾ വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരാതിരിക്കാൻ ചില പിടിവാശി കാണിച്ചു എന്നുള്ള ഒരു ഇതാണ് എനിക്ക് അങ്ങയുടെ ഈ ബൈക്കിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളെ പോലെ മുതിർന്ന. ഞാൻ അതിൻ്റെ അകത്തൊന്നും പറയുന്നില്ല. കാരണം അതിപ്പോ കുറച്ച് കാലം തെളിയിക്കും കുറച്ച് കഴിഞ്ഞാൽ. ഞാൻ ഇപ്പോഴതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. എന്തുകൊണ്ടാണ്
എന്നുള്ളത് ഞാനിപ്പം പറയുന്നില്ല.